Meet the editors. CPM പ്രതിരോധത്തിലോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ ഇന്ന് ഗോവിന്ദ മാഷിന്റെ പ്രതികരണം വന്നു. അതെ, കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വളരെ വ്യക്തമായിട്ടാണ് ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നത്. അതൃപ്തിയുണ്ട്, പക്ഷെ അതൃപ്തിയുണ്ട് എന്ന നിലയിലല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് തൃപ്തി ഉണ്ടായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അതൃപ്തി ഉണ്ട് എന്നാണ്. LDF കൺവീനറുടെ പ്രതികരണം വന്നു. അന്വേഷണം വരട്ടെ, പഠിച്ചിട്ട് തീരുമാനിക്കാം എന്നതാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടി ഇപ്പോൾ സർക്കാരിനെ തള്ളി ഒഴിഞ്ഞു മാറിയൊരു നിലപാട് സ്വീകരിക്കുകയാണോ? ഇനി അത് സർക്കാർ വിശദീകരിക്കട്ടെ. അത് പിണറായി വിജയന്റെ ചുമലിലേക്ക് മാറ്റിയിട്ടുണ്ടോ? പാർട്ടി ആ കാര്യത്തിൽ പ്രതിരോധത്തിലാണോ? പാർട്ടി നിശ്ചയമായും അക്കാര്യത്തിൽ പ്രതിരോധത്തിലാണ്. അത് തെളിയിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ വിവാദം രൂപപ്പെട്ട സമയത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ട് പറഞ്ഞത്, ഈ സർക്കാരിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ RSSന്റെ നേതാക്കളുമായിട്ടോ BJPയുടെ നേതാക്കളുമായിട്ടോ കൂടിക്കാഴ്ച നടത്തിയാൽ അതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാണ്. വളരെ ലളിതമായി നിസ്സാരമായാണ് അദ്ദേഹം ആ വിഷയത്തെ അന്ന് കൈകാര്യം ചെയ്തത്. ഏതായാലും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, പാർട്ടിയെ ഈ വിവാദത്തിൽ കൂട്ടിക്കെട്ടണ്ട എന്നാണ്. പാർട്ടിയെ ഈ വിവാദത്തിൽ കൂട്ടിക്കെട്ടണ്ട എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ പറയുമ്പോൾ അത് വ്യക്തമാക്കുന്നത് പാർട്ടി ഈ വിവാദത്തിൽ നിന്ന് സ്വയം ഡിസ്റ്റൻസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലായി എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ MV ഗോവിന്ദൻ്റെ പ്രസ്താവനയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, അതിൻ്റെ വിവിധ ഘടകങ്ങളിൽ നിന്ന് തന്നെ വലിയ സമ്മർദ്ദമുണ്ടായി എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കേണ്ട രീതി ഇതായിരുന്നില്ല ഈ വിഷയത്തിൽ എന്നൊരു അഭിപ്രായം അതിശക്തമാണ് CPMനുള്ളിൽ. ഇത്തരത്തിലൊരു വിവാദം വളരെ നിസ്സാരമായി കാണാൻ കഴിയുന്നൊരു പാർട്ടിയുമല്ല CPM. അപ്പോൾ ഇങ്ങനൊരു പ്രതികരണമല്ല നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത് എന്ന സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നിന്ന് രൂപപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഇന്ന് അദ്ദേഹം വളരെ കൃത്യമായൊരു നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളെന്നേ, അത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മറുപടി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പാർട്ടിയെ അതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ പറയുന്ന പ്രസ്താവന വന്നിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് കഴിഞ്ഞ 10-15 വർഷമായി കോൺഗ്രസ് നേരിടുന്നൊരു വിവാദം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് നേരിട്ടിട്ടുള്ളൊരു വിവാദം എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ളതാണല്ലോ. ആ രീതിയിലാണ് കോൺഗ്രസ് എല്ലായിടത്തും അതിൻ്റെ അതിൻ്റെ പ്രതിച്ഛായ തന്നെ തകർന്നു പോയി. അതൊരു മൃദു ഹിന്ദുത്വ പാർട്ടിയാണ്. ഇന്ന് കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ നാളെ BJPയുടെ ഭാഗമാകാനിരിക്കുന്നവരാണ്. അതിനൊട്ടേറെ ഉദാഹരണങ്ങളും തെളിവുകളും ഉണ്ടല്ലോ. എത്രയേറെ MP മാരായിരുന്നവർ, മുഖ്യമന്ത്രിമാരായിരുന്നവർ, അല്ലെങ്കിൽ MLA മാരായിരുന്നവർ, പാർട്ടി നേതാക്കളായിരുന്നവർ, ഉന്നത പദവികൾ വഹിച്ചിരുന്നവരൊക്കെ ഈ ഘട്ടം ഘട്ടമായി BJPയിലേക്ക് ഒഴുകിപ്പോകുന്നൊരു കാഴ്ച നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ കേരളത്തിൽ ഇതേ വാദം CPMനെതിരെ ഉന്നയിക്കുന്നതിൽ ഒരു പരിധിയോളം കോൺഗ്രസ് വിജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2016 CPMൻ്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ആദ്യമുണ്ടായ വിവാദം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ലോക്നാഥ് ബെഹ്റയുടെ അപ്പോയിൻമെൻറ്റാണ്. DGP ആയിട്ട് ലോക്നാഥ് ബെഹ്റയെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. അന്ന് ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥൻ TP സെൻകുമാറാണ് സേനയിൽ. TP സെൻകുമാറിനെ മറികടന്ന് ലോക്നാഥ് ബെഹ്റയെ സംസ്ഥാനത്തിൻ്റെ DGP ആയി കൊണ്ടുവരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ലോക്നാഥ് ബെഹ്റ പിണറായി വിജയനും നരേന്ദ്രമോദിക്കും ഇടയിലുള്ള ഒരു പാലമാണ് എന്നുള്ളത്. ആ സിദ്ധാന്തം ആദ്യം അവതരിപ്പിക്കുന്ന അന്ന് KPCC അധ്യക്ഷനായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്താണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, നോക്കൂ, ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് ഒരു പൂർവാശ്രമമുണ്ട്. അദ്ദേഹം NIAയുടെ മേധാവിയായിരുന്നു. NIAയുടെ മേധാവിയായിരുന്നുകൊണ്ട് ഇഷ്റത് ജഹാൻ കേസ്, ഗുജറാത്തിലെ ഒരു ഒരു വ്യാജ ഏറ്റുമുട്ടൽ, ആ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതികളായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ പ്രതികളാണെന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള അമിത്ഷായെയും നരേന്ദ്രമോദിയെയും എക്സോണറേറ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ. അപ്പം ഈ പറയുന്ന നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിണറായി വിജയൻ ഇവിടെ വന്നിട്ട് നടത്തുന്ന ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ആണല്ലോ ബെഹ്റയുടേത്. അപ്പം നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് ഈ പറയുന്ന ബെഹ്റയെ സംസ്ഥാനത്ത് പോലീസ് മേധാവിയായി നിയോഗിച്ചത് എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത്. അതിനവർ ഉപോത്ബലകമായി പറഞ്ഞ കാര്യം എന്താ, ഈ SNC ലാവലിൻ ഇങ്ങനെ പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിലൊരു വാളായിട്ട് കിടക്കുകയാണല്ലോ, തൂങ്ങിക്കിടക്കുകയാണല്ലോ. അപ്പോൾ ഈ ലാവലിൻ കേസ് ഈ നിമിഷം വരെ വന്നിട്ടേ ഇല്ല, ഇതിങ്ങനെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന് ഈ ലാവലിൻ കേസിൽ പിടിക്കപ്പെടുമോ അല്ലെങ്കിൽ പ്രതികരിക്കപ്പെടുമോ ശിക്ഷിക്കപ്പെടുമോ എന്ന ആശങ്കയുള്ള പിണറായി വിജയൻ നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ലോക്നാഥ് ബെഹ്റയെ സംസ്ഥാനത്തിൻ്റെ DGP ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദമുഖം എന്ന് പറയുന്നത്. അങ്ങനെ BJPയും CPMുമായ ഒരു അന്തർധാര, അഥവാ നരേന്ദ്രമോദിയും പിണറായിക്കും ഇടയിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് നിരന്തരം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കൂ, സ്വർണ്ണക്കടത്ത് കേസിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, ഡോളർ കടത്ത് കേസിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, ലൈഫ് മിഷൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ ED വന്ന് ഈ പറയുന്ന CMOയുടെ, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ വാതിൽ വരെ എത്തുന്നു.
തുടങ്ങുന്നു, എന്നാൽ അത് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിൽ അവസാനിക്കുന്നു, അതിന് മുകളിലേക്ക് പോകുന്നില്ല, ഇതൊരു അന്തർധാരയാണ് എന്ന് വീണ്ടും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനപ്പുറത്ത് പറഞ്ഞ കാര്യം എന്താ? കൊടകരയിലെ കുഴൽപ്പണ കേസ് ഒതുക്കി കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് എന്ന് മാത്രമല്ലല്ലോ, പിണറായി വിജയനും നരേന്ദ്രമോദിയുമായിട്ടുള്ള എല്ലാ കൂടിക്കാഴ്ചകളുടെയും ശരീരഭാഷ ഇവിടെ ചർച്ചയായിരുന്നില്ലേ? ഇവർ തമ്മിൽ വലിയ ബന്ധമാണ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇതെല്ലാം കോൺഗ്രസ് വളരെ ഷാർപ്പായിട്ട് കേരളത്തിൽ CPM-നെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ജനങ്ങൾക്കിടയിൽ അങ്ങനെ വിലപ്പോയി എന്ന് വിചാരിക്കാൻ കഴിയില്ല. കാരണം തുടർഭരണമുണ്ടായി, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നതല്ലാതെ അതിനെന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എക്സാലോജിക്ക് കേസ് വരുമ്പോഴും കരുവന്നൂർ കേസ് വരുമ്പോഴും ഒക്കെ ഒരു അന്തർധാരയുണ്ട് എന്നും ഇതൊന്നും ആരും ഇതിനകത്ത് പിടിക്കപ്പെടാൻ പോകുന്നില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവസാനം കരുവന്നൂരിലും എക്സാലോജിക്കിലും പിടിച്ചുകൊണ്ട് എന്താ പറഞ്ഞത് കോൺഗ്രസ്? നോക്കൂ, ഇവിടെ ഒരു സീറ്റ് കൊടുക്കാനായിട്ടുള്ള ധാരണയിലെത്തിയിരിക്കുന്നു. CPM-ഉം BJP-യും തമ്മിലൊരു സീറ്റ് ധാരണ ഉണ്ടാക്കിയിട്ട് ഒരു സീറ്റിൽ വിജയിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഈ വിജയിപ്പിച്ചു കൊടുക്കും എന്നുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ നിന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും വലിയ തിരിച്ചടി CPM-നുണ്ടായി. എന്താ തിരിച്ചടി? EP ജയരാജൻ എന്ന് പറയുന്ന LDF കൺവീനർ, പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് EP ജയരാജൻ തന്നെ വന്ന് സമ്മതിക്കുകയാണ്. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്ഥിതി മാറി. അതുവരെ ഈ പറയുന്ന ബെഹ്റ പാലമാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസ് ഒതുക്കി. ഈ ഇപ്പോൾ കണ്ണൂർ പ്രസംഗമുണ്ടല്ലോ, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിവാദമായ പ്രസംഗമല്ലേ? ED പിണറായി വിജയനെ മാത്രം തൊടുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദിക്കെതിരായി സംസാരിക്കുന്ന മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിൽ ഇടുമ്പോൾ ED പിണറായി വിജയന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു, കേന്ദ്ര ഏജൻസികൾ മുട്ടുകുത്തി നിൽക്കുന്നു എന്നൊരു പ്രസംഗം രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയത് വിവാദമായിരുന്നല്ലോ. അപ്പം ഈ നിലയ്ക്ക് വലിയ രീതിയിൽ ആരോപണങ്ങൾ CPM ആ കാലഘട്ടത്തിലൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ജനങ്ങൾ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം CPM-ന്റെ അണികളെങ്കിലും വിശ്വസിക്കുന്നില്ല. പക്ഷേ EP ജയരാജൻ എപ്പിസോഡുകൂടി സ്ഥിതി മാറുകയാണ്. EP ജയരാജൻ തന്നെയല്ലേ വന്ന് പറഞ്ഞത്, ഞാൻ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി എത്രത്തോളം ആളുകൾ വിശ്വസിക്കും എന്നുള്ളത് പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണെന്ന് EP ജയരാജനെ മാറ്റി നിർത്താൻ, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പാർട്ടി നിർബന്ധിതമായെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം LDF കൺവീനർ എന്ന നിലയ്ക്ക് നന്നായി പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് ജാഗ്രതയോടുകൂടി കൺവീൻ ചെയ്യുന്നില്ല, അക്കാര്യത്തിൽ അദ്ദേഹം ഉഴപ്പുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അടിസ്ഥാനപരമായി ജനങ്ങൾക്കിടയിൽ, കുറഞ്ഞ വർഷം പാർട്ടി അണികൾക്കിടയിലെങ്കിലും വലിയ സംശയം EP ജയരാജനെ കുറിച്ച് രൂപപ്പെട്ടു. ആ സമയത്ത് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് വളരെ ശക്തമായൊരു നിലപാടാണ് MV ഗോവിന്ദൻ എടുത്തത്. അത് മാത്രമല്ലോ, PK ശശിയുടെ കാര്യത്തിൽ എടുത്ത നിലപാട് കണ്ടോ? അച്ചടക്ക നടപടികളിലേക്ക് പോയി MV ഗോവിന്ദൻ. ആ രീതിയിലൊക്കെ പാർട്ടി വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു മെസ്സേജ് കൊടുക്കുന്നതിനിടയിലാണ് നോക്കൂ ഈ പറയുന്ന ദത്താത്രേയ ഹൊസബോളയുമായിട്ട് ഈ MR അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ച വരുന്ന രണ്ടാമത്തെ പ്രശ്നം. ഇത് അജിത്ത് സമ്മതിക്കുന്നു, ഞാൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന്. ഈ കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തി മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു, മുഖ്യമന്ത്രി അതിൻ്റെ മേലിൽ നിശബ്ദത പാലിക്കുന്നു. രണ്ടാമത്തെ സംഭവമാണ്, അതായത് EP ജയരാജൻ സംഭവം. അതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന ഹൊസബോളയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇത് ചെറിയ പ്രശ്നമാണോ ഈ സംസ്ഥാനത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം? അങ്ങേയറ്റം രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്നൊരു കാര്യമല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM എന്ന് പറഞ്ഞ പാർട്ടി അല്ലെങ്കിൽ തന്നെ ഈ സംസ്ഥാനത്ത് ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ജനവിരുദ്ധ വികാരം ഒരു തുടർ സർക്കാർ ഉണ്ടാകുമ്പോൾ, ഭരണത്തിലിരിക്കുന്ന സർക്കാർ ഉണ്ടാകുമ്പോൾ പല തരത്തിലുള്ള തൃപ്തിക്കുറവുകളൊക്കെ ജനങ്ങൾക്കുണ്ടാകും. അതൊരു വികാരമായിട്ട് നിൽക്കുന്നു. അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈഴവ വിഭാഗം എന്ന് പറയുന്നൊരു വോട്ട് ബാങ്ക് CPM-ൽ നിന്ന് ഒലിച്ചു പോകുന്ന സാഹചര്യം നിൽക്കുന്നു. അവർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ആ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായിട്ട് CPM-ന് അനുകൂലമായി പോൾ ചെയ്യിക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ തരത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയാതെ, വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയാത്തൊരു സർക്കാരായിട്ട് ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നു. ഈ സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന ചില തെളിവുകൾ തന്നെ പുറത്തു വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പ്രതിസന്ധിയല്ല ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം റിയാസിൻ്റെ പ്രതികരണം കണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് റിയാസിന് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്നൊരു നീക്കമാണെന്ന്. നോക്കൂ, കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഈ സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ 7 വർഷത്തിനിടയിൽ ഈ പ്രതിപക്ഷ നേതാവ് ഒരു ദിവസമെങ്കിലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാത്ത ദിവസം ഉണ്ടാവുമോ? എല്ലാ ദിവസവും പറയും VD സതീശൻ. ഏത് സംഭവം ഉണ്ടായാലും പറയും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയും. അതൊരു പുതിയ കാര്യമല്ല. അപ്പോൾ മുഖ്യമന്ത്രിയാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നീക്കം നടത്തുന്നത് റിയാസ് പറയുന്നെങ്കിൽ അത് പ്രതിപക്ഷത്തിൽ നിന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുള്ളൊരു വിഭാഗം CPM-നകത്ത് ശക്തപ്പെടുന്നുണ്ട്. അതൊരു കോക്കസായി മാറുന്നുണ്ട്. ആ അർത്ഥത്തിൽ വേറൊരു നീക്കമാണ് റിയാസ് കാണുന്നത്. റിയാസ് ഏതായാലും പ്രതിപക്ഷത്തിൻ്റെയോ VD സതീശൻ്റെയോ പ്രസ്താവന എടുത്തു വെച്ചുകൊണ്ട് പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ആ പ്രസ്താവന ഒരു സന്ദേശമാണ്. അത് ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ പാർട്ടിക്കുള്ളിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ MV ഗോവിന്ദൻ്റെ പ്രസ്താവന അത് വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ടെന്നേ. ഇനി പിണറായി വിജയൻ മറുപടി പറയട്ടെ എന്നുള്ളതാണ്. പിണറായി വിജയനിലേക്കാണ് ഈ ഉത്തരവാദിത്വം കൊണ്ടുപോയി MV ഗോവിന്ദൻ വളരെ സുഖകരമായിട്ട് ചുമലിലാക്കിയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. നോക്കൂ, ഈ നേരത്തെ MV ഗോവിന്ദൻ്റെ പ്രസ്താവന എന്തായിരുന്നു അറിയോ? ഞാൻ MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചാൽ പിണറായി എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ ഏറ്റവും
ഏറ്റവും സീനിയറായ കേഡറാണ്, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം ഈ പാർട്ടിയുമായി കൂടിയാലോചിക്കാതെ ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണല്ലോ. കോൺഗ്രസ് അല്ല കേട്ടോ CPM എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ തലേദിവസം മുഖ്യമന്ത്രി ഒന്ന് CPM-ൻ്റെ പാർട്ടി സെക്രട്ടറിയോട് നയപരമായ കാര്യങ്ങളെല്ലാം സംസാരിക്കും. എന്തൊക്കെയാണ് ഈ സർക്കാർ നയപരമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് സംസാരിച്ചിരിക്കണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അത്തരത്തിലൊരു കീഴ്വഴക്കമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പാർട്ടിയുമായിട്ട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്താണ് തീരുമാനിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഗോവിന്ദൻ അന്നത്തെ ദിവസം, അതായത് സംസ്ഥാന സെക്രട്ടറി അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളിനകത്തൊന്നും പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ദത്താത്രേയ ഹൊസബുളയെ കണ്ടത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഈ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആ പൊളിറ്റിക്കൽ ഇഷ്യൂ പാർട്ടിയുമായി ചർച്ച ചെയ്യണം, പാർട്ടിയെ അറിയിക്കണം, പാർട്ടിയുമായി ചർച്ച ചെയ്ത് വേണ്ട നിലപാടുകൾ സ്വീകരിക്കണം, തിരുത്തൽ വരുത്തണമെങ്കിൽ തിരുത്തൽ വരുത്തണം, നടപടിയെടുക്കണമെങ്കിൽ നടപടിയെടുക്കണം. അതാണ് CPM-ൻ്റെ ഒരു രീതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. ആ രീതി ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആശയക്കുഴപ്പം ചെറുതല്ല, അത് പൊതുജനങ്ങൾക്കിടയിലുള്ള ആശയക്കുഴപ്പം അവിടെ നിൽക്കട്ടെ. പാർട്ടി അണികൾക്കുള്ളിൽ പാർട്ടിയിൽ വിശ്വസിച്ച് പാർട്ടിയുടെ കൊടി ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ അവരെന്താണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടെ ഈ പാർട്ടിയിൽ ഉറച്ചു നിൽക്കാൻ കാരണം ഇവിടുത്തെ വർഗീയ ശക്തികൾക്കെതിരായി ഉറച്ച നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് CPM-ൻ്റെ ഒരു റെലവൻസ് സംസ്ഥാനത്തും രാജ്യത്തും ചെറുതാണോ? ആ റെലവൻസ്, ആ പ്രസക്തിയെ മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഈ പാർട്ടിയുടെ ഭാഗമല്ലാത്തവർ കൂടി പോലും ഈ പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കുകയും അവർക്ക് തുടർഭരണം ഉണ്ടാവുകയും അവരെ വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന മതേതരവാദികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, പാർട്ടി അണികളല്ലാത്ത അവരെ പോലും സംശയത്തിലാക്കുന്നു. അങ്ങനെ എല്ലാവരെയും സംശയത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പാർട്ടി പ്രതിരോധത്തിലാണ്. ഈ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞേ പറ്റൂ. ഞാൻ വിചാരിക്കുന്നില്ല, എൻ്റെ കൺക്ലൂഷൻ ഇതാണ്, നിശ്ചയമായും ഇത് പന്തിപ്പ് പിണറായിയുടെ കോർട്ടിലേക്കാണ് തട്ടിയിട്ടുള്ളതെങ്കിൽ പോലും MV ഗോവിന്ദനെ പോലൊരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും CPM-നെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇക്കാര്യത്തിൽ ജനങ്ങളോട് വിശദീകരണം നൽകേണ്ടി വരും. സമ്മേളന കാലയളവാണ്. ഈ സമ്മേളനത്തിൽ നിശ്ചയമായും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരും. നിങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വരും. അവിടെ തൽക്കാലം പാർട്ടിയെ കൂട്ടിക്കെട്ടാൻ ഇതിനകത്ത് ശ്രമിക്കേണ്ട എന്നുള്ള MV ഗോവിന്ദൻ്റെ പ്രസ്താവന താൽക്കാലിക പ്രതിരോധം മാത്രമാണ്. അതിന് അപ്പുറം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. ചോദ്യം: CPM പ്രതിരോധത്തിലായോ ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയില്ലെന്നാണ്. എൻ്റെ ഉത്തരം പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് തന്നെയാണ്. ഒപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ADGP RSS നേതാക്കളെ കണ്ടു എന്ന വ്യാഖ്യാനമാണ് ഇതുവരെയും നിലവിലിരിക്കുന്നത്. രണ്ടു നേതാക്കളുമായി നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതും. അതിലൊരെണ്ണം 2023 മെയ് മാസം 22-ാം തീയതി തൃശ്ശൂരിലെ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ ദത്താത്രേയ ഹൊസബുളയുമായി നടത്തിയ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട വിഷയമായി ഞാൻ കണക്കാക്കുന്നത്. രണ്ടാമത്തത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് ഡിസംബറിലാണ്. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ സംശയിക്കത്തക്കതായി ഒന്നുമില്ല. കാരണം ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവ് ആണ്. അതൊരു പരസ്യമായ പ്രോഗ്രാമാണ്. ദാറ്റ്സ് എൻ ഓപ്പൺ പ്രോഗ്രാം, ദാറ്റ്സ് എ പബ്ലിക് പ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ട് റാം മാധവുമായി ഏതെങ്കിലും തരത്തിൽ ADGP കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന വാദം നിലനിൽക്കില്ല. അതാണ് ഒരു ഫാക്ട്. രണ്ടാമത്തെ ഫാക്റ്റിലേക്ക് വന്നാൽ, യഥാർത്ഥത്തിൽ ഈ ജയകുമാറും അജിത് കുമാറും തമ്മിൽ അവർ എഞ്ചിനീയറിംഗ് കോളേജിലെ സുഹൃത്തുക്കളായിരുന്നുവെന്നും ജയകുമാർ ഒരു സൗഹൃദത്തിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ കണ്ടതെന്നുള്ളതുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നൊരു വിശദീകരണം. പക്ഷേ എങ്ങനെയാണ് ദത്താത്രേയ ഹൊസബളയെ കണ്ടത്? ആരാണ് ദത്താത്രേയ ഹൊസബള? ആരാണ് ജയകുമാർ എന്നുള്ളത് കൂടി പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. ജയകുമാറിന് RSS-ലുള്ള പദവി എന്താണെന്നറിയാമോ? വിശേഷാൽ സമ്പർക്ക പ്രമുഖാണ് എന്ന് പറഞ്ഞാൽ PRO എന്ന് പറയുന്നത് പോലുള്ള പോസ്റ്റാണ്. PRന് മുകളിലുള്ള പോസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? സമൂഹത്തിൽ മുഖ്യധാരയിൽ പൊതുസമ്മതിയുള്ള വ്യക്തിത്വങ്ങളെ RSS-ലേക്ക് അടുപ്പിക്കുക. IAS, IPS, സയന്റിസ്റ്റ്, അങ്ങനെ നോളജുമായും അധികാരവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥരെയും ശാസ്ത്ര വിജ്ഞാന മേഖലയിലെ ഉദ്യോഗസ്ഥരെയും RSS-ന്റെ ദേശീയധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ജോലിയാണ് ഈ ജയകുമാറിനുള്ളത്. ആ അർത്ഥത്തിൽ ജയകുമാറിൻ്റേത് പരസ്യമായ ജോലിയാണ്. RSS-ന്റെ വളരെ കൃത്യമായ സംഘടനാ രീതിയിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ജോലിയാണ്. ഏതെങ്കിലും തരത്തിൽ രഹസ്യമായിട്ടല്ല ജയകുമാർ അത് ചെയ്യുന്നത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ജയകുമാറിൻ്റെ ജോലി ഈ വിശേഷാൽ സമ്പർക്ക പ്രമുഖ എന്ന രീതിയിൽ പൊതുസമ്മതിയിൽ നിൽക്കുന്ന, പൊതുസമൂഹത്തിന് ധാരയിൽ നിൽക്കുന്ന, ജനസമ്മതിയുള്ള, ഒപ്പം തന്നെ വിജ്ഞാനവുമായിട്ടും അധികാരവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടവരെ RSS-ന്റെ ധാരയിലേക്ക് കൊണ്ടുവരികയും അവരതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.
ഇങ്ങനെ കൊണ്ടുവന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിലൊരാൾ APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമിനെ RSSന്റെയും BJPയുടെയും രാഷ്ട്രീയ വലയത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായകമായ സ്വാധീനശേഷി ജയകുമാറിനുണ്ട്. മറ്റൊന്ന് UDFന്റെ കാലത്തുണ്ടായിരുന്ന ഒരു സിവിൽ സർവൻ്റ് ഉണ്ട്, നമ്മുടെ ആനന്ദ് ബോസിനെ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത് അദ്ദേഹമാണ്. ഈ CP നായർ അടക്കമുള്ള ചീഫ് സെക്രട്ടറിമാരെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടികൾ സുദർശൻ ഇരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ RSS അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ സ്വാഭാവികമായും സിവിൽ സർവീസിൽ പേഴ്സണൽ മന്ത്രാലയത്തിന് താഴെ ജോലി ചെയ്യുന്ന അജിത് കുമാറിനെ അദ്ദേഹം പോയി കാണുന്നു. എന്നിട്ട് ദത്താത്രേയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നു. ഇത്രയും ഭാഗമാണ് ഇതിനകത്തെ ഫാക്ച്വൽ പോയിന്റ്. ഇനി എന്താണ് ദത്താത്രേയ ഹൊസബോളെ സംസാരിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതെങ്ങനെയാണ് CPMനെ പ്രതിരോധത്തിലാക്കുന്നത് നമുക്കറിയില്ല. ദത്താത്രേയ ഹൊസബോളയും അജിത് കുമാറും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ധാരണയും നമ്മൾക്ക് തമ്മിലില്ല. നമ്മൾ ആർക്കുമില്ല, പ്രതിപക്ഷത്തിനുമില്ല, ഭരണപക്ഷത്തിനുമില്ല, സ്പെഷ്യൽ ബ്രാഞ്ചിനുമില്ല. ആകെയുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ എനിക്കൊന്ന് ADGP ഇൻ്റലിജൻസ് കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഫയലിൽ കുറിച്ചിരിക്കുന്ന 2 വാക്കുകളാണ്. ഇൻഫോർമൽ, പേഴ്സണൽ എന്നാണ് കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഫോർമൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് കണ്ടക്ട് റൂൾസിന് പ്രോട്ടോക്കോളിന് പുറത്താണ്. അതാണ് ഇൻഫോർമൽ എന്ന് കുറിക്കുമ്പോൾ. പേഴ്സണലുമാണ്. അദ്ദേഹം പോയിരിക്കുന്നത് ജയകുമാറിൻ്റെ കാറിലാണ്. ഞാൻ മനസ്സിലാക്കിയത് ജയകുമാറിൻ്റെ കാർ ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ല എന്നാണ്. ജയകുമാർ ഒരു ഡ്രൈവറെയും വെച്ചുകൊണ്ടാണ് ഈ ADGPയുമായി പാറമേക്കാവിലേക്ക് പോകുന്നത്. 3 പേരുണ്ടായിരുന്നു. അദ്ദേഹം ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചാണ് പോകുന്നത്. അതിലാണ് പ്രതിപക്ഷത്തിന് സംശയമുണ്ടാകുന്നത്. CPM പ്രതിരോധത്തിലാവുന്നത് എങ്ങനെയാണ് നോക്കൂ. ഗവർണർക്കെതിരെ നമ്മൾ കഴിഞ്ഞ 1 വർഷമായി CPM തുറന്ന യുദ്ധത്തിലല്ലേ. ഗവർണർ എന്നെക്കുറിച്ചുള്ള ആരോപണം എന്താ? RSSന്റെ നയങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട പോർമുഖം തുറന്നിരിക്കുകയാണ് CPM. ആ ഘട്ടത്തിലാണ് പാർട്ടിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗം, മുഖ്യമന്ത്രിയായി ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുന്ന വകുപ്പിൽ തൊട്ടു താഴെ ADGP ആയി ഇരിക്കുന്നയാൾ ഇതേപോലെ വിശേഷാൽ സമ്പർക്ക പ്രമുഖൻ്റെ കൂടെ ദത്താത്രേയെ പോയി കണ്ടുവെന്ന ആരോപണം ഉണ്ടാവുന്നത്. ഇത് തീർച്ചയായും CPMന്റെ ആരോപണത്തിൻ്റെ മുനയെ ഒടിക്കും. ഗവർണറെ സംബന്ധിച്ച് അതെല്ലാം പരസ്യമായ കൂടിക്കാഴ്ചകളാണ്. RSSുമായി കൂടിക്കാഴ്ച നടത്തുന്നത്, അദ്ദേഹം BJP അനുഭാവം പുലർത്തുന്നത്, ഇതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് പരസ്യമായാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട്, ഒന്നും രഹസ്യമായിട്ടല്ല. പക്ഷേ രഹസ്യമായി ഏതെങ്കിലും തരത്തിൽ RSSനെ സഹായിച്ചോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. സർവീസ് റൂൾസിൽ പറയുന്നത് പോലെ ഈ അൺഓതറൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ നടന്നിട്ടുണ്ടോ? കാരണം എന്താ, ഈ ADGP വിചാരിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സാധിക്കും. ഒന്ന്, BJPക്ക് താല്പര്യമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളിൽ നിലപാടെടുക്കാൻ, അത് എടുക്കണമോ വേണ്ടയോ, ഏത് രീതിയിൽ അന്വേഷണം കൊണ്ടുപോകാം എന്നുള്ളത് നിലവിൽ ഒരു ADGPക്ക് സാധിക്കും. നോക്കൂ, സംഘർഷങ്ങൾ ഏറെയുള്ള ഒരു സംസ്ഥാനത്ത്, RSS BJP സംഘർഷം, CPM സംഘർഷമുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമത്തത് നോക്കൂ, ഫോൺ ടാപ്പിങ്ങിനൊരു പ്രൊവിഷൻ ഉണ്ട്. നിലവിൽ ഹോം സെക്രട്ടറിയുടെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത്, അല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ ഫോൺ ടാപ്പിംഗ് നടക്കൂ, അതായത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ മറ്റൊരു പ്രൊവിഷൻ കൂടി കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഈ നക്സലൈറ്റ് മാവോബാധിത മേഖലകളിൽ പ്രത്യേക ഉത്തരവിട്ട് കഴിഞ്ഞാൽ മാവോയിസ്റ്റ് നക്സലൈറ്റുകൾ എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ ഫോൺ ചോർത്താൻ ഒരു ഓപ്ഷൻ ലൂപ്പ് ഹോളുണ്ട്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ ADGPക്ക്, ക്രമസമാധാനത്തിന് ADGPക്ക് വേണ്ടി വന്നാൽ സംസ്ഥാനത്തെ നേതാക്കളുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നതിനുള്ള അധികാരമുണ്ടെന്നിരിക്കെ, അഥവാ ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാമെന്നിരിക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ വലിയ വന്യമായ ഭാവനകളായിരിക്കാം. പക്ഷേ ആ ഭാവനകൾ നമ്മുടെ മുന്നിൽ CPM നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന പ്രതിരോധത്തിന്, രാഷ്ട്രീയ മാർഗത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്ന ഒന്നാണ്. ആശയത്തിന് ഘടകവിരുദ്ധമാണ്. CPM ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പ്രചരണത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ പാർട്ടി സെക്രട്ടറിക്ക് എനിക്ക് തൃപ്തി ഇല്ല എന്നത് തന്നെയല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്, തൃപ്തി ഉണ്ടെന്നാണോ മനസ്സിലായത് എന്ന ചോദ്യത്തിൽ പ്രതിഫലിക്കുന്നതും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പക്ഷേ ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഞാനതിൽ തൃശ്ശൂർ പൂരം കലക്കി എന്നൊരു ഗൂഢാലോചന ഞാൻ വിശ്വസിക്കുന്നതേയില്ല. കാരണം ആ സാഹചര്യമേ ആയിരുന്നില്ല 2023. അതിനേക്കാൾ ഗൗരവമേറിയ വിഷയമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPMനെ പ്രതിരോധത്തിലാക്കുന്നതും ADGPക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണവും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായൊരു തീരുമാനമെടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല. അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ്. പക്ഷേ പ്രതിപക്ഷം ഈ സാഹചര്യം മുതലെടുത്ത്, അഥവാ ഇത് പ്രതിപക്ഷം ശ്രമിക്കുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് മുഖ്യമന്ത്രിയിലേക്ക് ആക്രമണം കുറിപ്പിക്കാനാണ്. ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം, 2006 പറവൂരിൽ ഗുരുജി അനുസ്മരണ വേളയിൽ പറവൂരിലെ സ്കൂളിൽ പോയി ഗോൾവാൾക്കറിന് മുന്നിൽ
തിരികൊളുത്തി നിൽക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. ആ ദൃശ്യം അന്ന് പുറത്തുവിട്ടത് നമ്മൾ മനസ്സിലാക്കുന്നത് ഹിന്ദു ഐക്യമുന്നണിയുടെ നേതാവാണ്. അന്ന് ഗോൾവാൾക്കറിന് മുന്നിൽ തിരിതെളിച്ച പ്രതിപക്ഷ നേതാവാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ADGPയെ മുന്നിൽ നിർത്തി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന സെൻകുമാറും ജേക്കബ് എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുമ്പോൾ ഇതൊരു CPM പ്രതിരോധത്തിലാവുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ സ്വാഭാവികമായും പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തും. അതിനെ മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് പിന്നിൽ ഈ പറയുന്നത് പോലെ മറ്റൊരു ഭാവനയിൽ, മറ്റൊരു വന്യമായ ഭാവനയിൽ നമ്മൾ നോക്കിയാൽ ADGPയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പ്രതിപക്ഷം വ്യക്തമാക്കേണ്ടത് കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ CPM പ്രതിരോധത്തിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്രതിരോധത്തിലാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് പ്രതിപക്ഷം ഈ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നു. അതിൽ പൂരം കലക്കി എന്നത് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ നമുക്ക് പറയുക സാധ്യമല്ല. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പിൻവലിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CPM പ്രതിരോധത്തിലാണോ എന്ന ചോദ്യത്തിന് CPM പ്രതിരോധത്തിലാണ് എന്നാണ് എൻ്റെ നിലപാട്. സ്മൃതി, CPM പ്രതിരോധത്തിലാണ്. CPMനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കൂടിക്കാഴ്ച RSS ADGP കൂടിക്കാഴ്ച ആർക്കു വേണ്ടി എന്നുള്ളതാണല്ലോ. അത് ADGPയുടെ സ്വകാര്യമായ താല്പര്യമായിരുന്നുവെങ്കിൽ ഇതിനെ ഇങ്ങനെയാണോ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കുക എന്നുള്ള ചോദ്യമാണ്. ഇതിനു മുമ്പ് പ്രതികരിച്ച സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ബെഹ്റയുടെ അടക്കം കാര്യങ്ങൾ. പക്ഷേ TP സെൻകുമാർ കുറച്ചുകൂടി വേറെ രൂപത്തിൽ പ്രവർത്തിക്കുകയും തീവ്രമായ നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം സേനയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെ സെൻകുമാറുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നറിയാം എന്ന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ പോക്ക് ശരിയാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ശരിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണം ശരിയായി അതിനോട് അതിശക്തമായി പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണത്തിൽ എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു? ഈ നിശബ്ദതയ്ക്ക് ദീർഘമായ ഒരു സമയം കാലയളവുണ്ടായിരിക്കുന്നു ഈ നിശബ്ദതയ്ക്ക് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ RSS ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ അതിനെ ആ കൂടിക്കാഴ്ച നടന്നു എന്ന് തന്നെ പറയും, അതിനെ നിഷേധിക്കില്ല. പക്ഷേ പ്രാന്തകാരി അന്നത്തെ ഈശ്വർ അദ്ദേഹം അത് ആദ്യഘട്ടത്തിൽ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ ഈ ജയകുമാറിൻ്റെ റോൾ, ജയകുമാർ എന്ന് പറയുന്നത് സമ്പർക്ക് പ്രമുഖ് എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യലായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ദേശീയ നേതാക്കളുമായി തന്നെയാണ് ബന്ധമുള്ളത്, മോദിയുമായിട്ടൊക്കെ ബന്ധമുള്ള പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്നുള്ളത് VIP-കളെ RSSുമായി അടുപ്പിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം പേറുന്ന ഒരു നേതാവ്, ആ നേതാവ് അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ് എന്ന് ADGP അജിത് കുമാർ പറയുന്നു. പക്ഷേ ആ സഹപാഠിയാണെങ്കിലും ആ ദൗത്യം പേറുന്ന നേതാവുമായിട്ട് പ്രധാനപ്പെട്ട RSS നേതാക്കളെ എന്തിന് കാണുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഹൊസബളയ്ക്ക് എന്താണ് ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം കലക്കാനൊക്കെ ഹൊസബളെ നിൽക്കും, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട RSSന്റെ നേതാവല്ലേ എന്ന രൂപത്തിൽ BJPയിൽ നിന്ന് പ്രതികരണം വരുന്നു. തൃശ്ശൂർ പൂരം കലക്കുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള, അങ്ങനെ RSS അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്ത് അതിലേക്ക് പോയി എന്നുള്ളതല്ല. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അത് ADGP അജിത് കുമാറിന് വേണ്ടിയാണെങ്കിൽ തന്നെ ആ സ്വകാര്യ സന്ദർശനത്തിന് അദ്ദേഹത്തിന് എത്രത്തോളം അധികാരമുണ്ട്? ഒരു സർക്കാർ, ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആ സർക്കാരിൻ്റെ നയങ്ങൾ പാലിക്കാൻ ബാധ്യതയില്ലേ? ആ ബാധ്യതയില്ലായി തുടർച്ചയായി ഈ തരത്തിൽ റാം മാധവുമായി കൂടിക്കാഴ്ച നടത്തുന്നു, 2 തവണ എന്ന് പറയുന്നു. പിന്നീട് ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ച കുഴപ്പമില്ലാതെ നടന്നോട്ടെ എന്ന നിലപാടാണോ? ഔദ്യോഗിക വാഹനം അപ്പുറത്ത് മാറ്റിവെച്ചുകൊണ്ട് സ്വകാര്യ വാഹനത്തിൽ പോകുന്നു. അതേസമയം അദ്ദേഹത്തിന് ക്രമസമാധാനത്തിൻ്റെ ചുമതലയാണുള്ളത്. പ്രധാനപ്പെട്ട ചുമതല വഹിക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പല കേസുകളുടെയും കാര്യത്തിൽ എന്താണ് ഒരു മാന്ദ്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. അന്വേഷണം പകുതിക്ക് വെച്ച് നിൽക്കുന്നു. അത് കരുവന്നൂരിൻ്റെ കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതങ്ങനെ പറയുന്നു. അത് എക്സാലോജി കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും പറയുന്നു. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ സ്ഥലം മാറ്റം പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക്, ഒരു അറസ്റ്റിലേക്ക് റിമാൻഡ് റിപ്പോർട്ട് നൽകി അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള നടപടികളിലേക്ക് ഉദ്യോഗസ്ഥൻ കടക്കുമ്പോഴാണ് പ്രശാന്ത് കുമാർ പറയുന്ന ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നത് എന്ന് അവർ ആരോപിക്കുന്നു. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിന് മറുപടി വേണ്ടേ? പാർട്ടിയെ സംബന്ധിച്ച് CPM ആദ്യം ഈ ഘട്ടത്തിൽ, ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ വളരെ നിസ്സാരമായി അവഗണിക്കുകയാണ് ചെയ്തത്. പക്ഷേ CPM സെക്രട്ടറി ചേരുന്നതിന് തലേ ദിവസം വ്യാഴാഴ്ചയാണ് ഇതിൻ്റെ ഒരു ഗൗരവം പാർട്ടി സെക്രട്ടറിക്ക് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് അതിൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ തള്ളാൻ ശ്രമിച്ചു.
കൂടിക്കാഴ്ച ഞങ്ങൾക്കെന്താണ് ഇത് അറിയേണ്ടത് എന്നൊക്കെ പറയുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ ഇതിനു മുമ്പ് പാർട്ടി പ്രതികരിച്ചിട്ടുള്ളത്. RSS എന്നുള്ളത് ഇവിടെ വിഭാഗീയത സൃഷ്ടിക്കുന്ന സംഘടനയാണ് എന്ന് ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി ഇതിൽ ശക്തമായി പ്രതികരിക്കണ്ടേ? അപ്പോൾ ആ കൂടിക്കാഴ്ച ഞങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ തള്ളാനും ആ ഉദ്യോഗസ്ഥനെ നടപടി വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെടാനും പാർട്ടിക്ക് കഴിയണ്ടേ? എന്തുകൊണ്ട് പാർട്ടി ആ രൂപത്തിൽ കാണുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു? ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിന് മറുപടി വേണ്ടതുണ്ട്. അതിന് പകരം കോൺഗ്രസിന്റെ കാലത്ത് ആ കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടല്ലോ, അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ADGP അജിത് കുമാറിന്റെ നേരത്തെയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ സമയത്ത് റിവ്യൂ ചെയ്യപ്പെടേണ്ടതുണ്ട്. ശബരിമല വിഷയം, സ്ത്രീ പ്രവേശം കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ വത്സൻ തില്ലങ്കേരിക്ക് പ്രസംഗിക്കാൻ മൈക്ക് കൊടുത്ത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതിന് അദ്ദേഹം എങ്ങനെയാണ് വിശദീകരണം നൽകുക? ഇപ്പോൾ ഈ വിവാദങ്ങൾക്കൊടുവിൽ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അവിടെ പൂരം കലക്കുന്നു എന്ന വിഷയത്തിൽ അത് അന്വേഷണം ആവശ്യപ്പെട്ടു. വിവാദമായ ശേഷം ആ അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടത്തിയത് തന്നെ ADGP ആണ്. ആ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ടോ? അതിന്മേൽ എന്താണ് ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ടിൽ എന്താണ് സർക്കാർ തീരുമാനിച്ചത്? ഒന്നും അറിയില്ലല്ലോ. പൂരം കലക്കി എന്നുള്ള വിവാദം ഉണ്ടായ ശേഷം അന്വേഷണം നടത്തിയിരിക്കുന്നു. അതും ഇദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതിന്മേലുള്ള റിപ്പോർട്ടിൽ എന്താണ് ഒരു രഹസ്യ സ്വഭാവം എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണമായി നിൽക്കുകയാണെങ്കിൽ അതിനൊരു കൃത്യമായ മറുപടി അവിടെ നൽകിയാൽ മതിയല്ലോ. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ബ്രാൻഡ് സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ അവിടെ തന്നെ ഈ RSS-ഉമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. EP ജയരാജനെതിരെ അവിടെ ഒരു വശത്ത് നടപടിയെടുക്കുന്നു. ഇപ്പുറത്ത് ഉദ്യോഗസ്ഥന്റെ മേൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് നടപടിയെടുക്കാത്തതെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, പിന്നെ നവകേരള യാത്രയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ DYFIക്കാർക്കെതിരെ കേസെടുക്കാതിരിക്കുകയും അവർക്ക് അനുകൂലമായ, സർക്കാരിന് അനുകൂലമായ, അല്ലെങ്കിൽ CPM-നും DYFIക്കൊക്കെ അനുകൂലമായ നിലപാടെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ADGPക്ക് എല്ലാ കാലത്തും ഒരു പ്രത്യേക രൂപത്തിൽ ആവേശം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതി നമ്മൾ കണ്ടു, സോളാർ കേസിൽ കണ്ടതാണ്. അപ്പോൾ അത് അവിടെ നിൽക്കുന്നു. പിന്നെ സരിതയുമായി ബന്ധപ്പെട്ട് സരിത്തിൻ്റെ കാര്യത്തിലുണ്ടായ കാര്യം, അന്ന് അദ്ദേഹത്തിനെ സ്ഥാനം മാറ്റുന്നു. പക്ഷേ 4 മാസത്തിനുള്ളിൽ അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി വലിയ പോസ്റ്റിലേക്ക് വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ADGPയെ വിളിച്ച് വിശദീകരണം തേടുന്നു. 1.5 മണിക്കൂർ ചർച്ചയുണ്ടാകുന്നു. ആ ചർച്ചയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി കൂടിയുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ അതിന്മേൽ നടപടി ഉണ്ടാകുമോ? 4 ദിവസത്തെ ഓണാവധിക്ക് പോകുന്ന ADGPയുടെ അവധി നീട്ടാൻ ആവശ്യപ്പെടും മുഖ്യമന്ത്രി എന്നുള്ള സൂചനകൾ കിട്ടുന്നു. അപ്പോൾ എന്തിനാണ് അവധി നീട്ടാൻ ആവശ്യപ്പെടുന്നത്? ഈ RSS-ഉമായി ഉള്ള കൂടിക്കാഴ്ചയാണോ? അങ്ങനെയെങ്കിൽ എന്താണ് ഇതിൽ ഒരു രഹസ്യ സ്വഭാവം? എന്താണ് ജനത്തിനറിയണ്ടേ? RSS ഇവിടെ വിഭാഗീയത സൃഷ്ടിക്കുന്ന വിഭാഗമാണ് എന്ന് അതിശക്തമായി പറയുകയും നേരത്തെ പറഞ്ഞതുപോലെ ഗവർണർ അടക്കമുള്ള വിഷയങ്ങൾ, ഗവർണറുടെ RSS ബന്ധത്തെ ശക്തിയുക്തം എതിർക്കുകയും പരസ്യമായി പ്രതികരിക്കുകയും ചെയ്യുന്ന സർക്കാരും CPM-ഉം എന്തിന് ADGPയുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്നു? ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായ വ്യക്തിക്ക് വേണ്ടി എന്തിനാണ് അങ്ങനെ മൗനം പാലിക്കുന്നത്? അവിടെയാണ് ആർക്കു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന ചോദ്യം ഉയരുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന നിലയിൽ മാത്രം അതിനെ കാണാൻ കഴിയില്ല. ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ അണികൾക്കുണ്ട്. അവരത് ചോദിച്ചുകൊണ്ടേയിരിക്കും. കാര്യം മറുഭാഗത്ത് നിൽക്കുന്നത് RSS ആണ് എന്നുള്ളത് കൊണ്ട് RSS-ലെ ഏത് നേതാവുമായും ഏതൊരു ഉദ്യോഗസ്ഥൻ്റെയും കൂടിക്കാഴ്ചയെ അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം CPM പ്രതിരോധത്തിലോ എന്നാണ്. ഉത്തരത്തിലേക്ക് വരാം. CPM പ്രതിരോധത്തിലോ എന്നായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം CPM പ്രതിരോധത്തിലാണ് എന്നാണ്. യെസ് എന്ന് 3. Meet the editors.